ഹലോ, ഞാൻ റെജീന, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉറക്കത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം. പക്ഷെ നമ്മുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും സിമ്പിളും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം. നമ്മളിൽ പലരും ചില ദിവസങ്ങളിൽ ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷക്കുറവോ അല്ലെങ്കിൽ ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും നമ്മുടെ ഉറക്കവും നമ്മുടെ മൂഡും തമ്മിൽ എത്രത്തോളം റിലേറ്റഡ് ആണെന്നുള്ളത്. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു വലിയ പങ്ക് തന്നെ നിർവഹിക്കുന്നുണ്ട്. നമ്മൾ എപ്പോൾ ഉറങ്ങുന്നു, എത്ര നന്നായിട്ട് ഉറങ്ങുന്നു എന്നുള്ളത് നമ്മുടെ മൂഡിനെയും എനർജിയെയും സ്ട്രെസ് ലെവൽസും അതുപോലെ തന്നെ എത്ര നന്നായിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ബ്രെയിൻ റീസെറ്റ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ ഉറക്കക്കുറവുള്ള സമയങ്ങളിൽ നമുക്ക് ഈ റീസെറ്റിംഗ് പ്രോസസ്സ് മുടങ്ങും. ആ മുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ആൻഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് കുറേ ഇമോഷൻസ്, പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമോഷൻസ്, ഒരു ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ ഭയങ്കര ലോ മൂഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് പ്രത്യേകിച്ച് ബാധിക്കുന്നത് ടീനേജേഴ്സിനെയാണ്. കാരണം അവരുടെ ബ്രെയിൻ ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഷിഫ്റ്റ് വർക്കേഴ്സ്, അതായത് 9 to 5 ജോലി അല്ലാതെ റൊട്ടേഷണൽ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അവരും അതുപോലെ ഇറഗുലർ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഓൺ കോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ്, അവർക്ക് ഒരാഴ്ചയിൽ തന്നെ ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ഉണ്ടാവാം. അപ്പോൾ ഈ ഷിഫ്റ്റൊക്കെ അവരുടെ ഉറക്കത്തെ ഒരുപാട് ബാധിക്കും. സൈക്കോളജിയിലും സ്ലീപ്പ് സയൻസിലും മൈൻഡ് ആഫ്റ്റർ മിഡ് നൈറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു സ്ലീപ്പ് ടൈം ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കുവാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ ബാധിക്കാം. അതുമൂലം നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ്, അല്ലെങ്കിൽ എടുത്തു ചാടി എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ജഡ്ജ്മെന്റ്സ്, ഇതിനെയൊക്കെ അത് ബാധിക്കും. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിലെ ഒരു ഏരിയ ആണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എക്സിക്യൂട്ടീവ് സെന്റർ ഓഫ് ദ ബ്രെയിൻ എന്നും പറയും. ഇതിലൂടെയാണ് നമ്മൾ ലോജിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസും റീസണിങ്ങും അറ്റൻഷനും ഫോക്കസും ഇതൊക്കെ നടക്കുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലാണ്. പക്ഷെ ഈ നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുമ്പോൾ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ പ്രവർത്തനം കുറയും, അതായത് അത് വീക്കൻ ചെയ്യും. അന്നേരം നമ്മുടെ ബ്രെയിനിലെ ഇമോഷണൽ സെന്റേഴ്സ് എല്ലാം ആക്ടിവേറ്റ് ആവും. ആ സമയത്ത് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റോ ഡിസിഷനോ ആണ് എടുക്കുന്നതെങ്കിലും നമുക്കത് ശരിയായിട്ട് ഫീൽ ചെയ്യപ്പെടാം. അതുകൊണ്ടാണ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് സ്കെഡ്യൂൾ അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് കൂടിയിട്ട് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ ബ്രെയിനിലുള്ള മെറ്റബോളിക് വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യും. എല്ലാ രാത്രിയും നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ക്ലീനിങ് പ്രോസസ്സ് നമ്മുടെ ബ്രെയിനിൽ നടക്കാറുണ്ട്. ഈ ക്ലീനിങ് പ്രോസസ്സ് നടക്കാതെ വരുമ്പോൾ ഈ മെറ്റബോളിക് വേസ്റ്റ് കളക്ട് ആയിട്ട് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ അത് ബാധിക്കും. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് നല്ല ഉറക്കം കിട്ടാത്തപ്പോൾ നമുക്ക് ആ ഉന്മേഷക്കുറവും ഒരു മൂഡില്ലായ്മയും ഒക്കെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ നടക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് ഈ മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന പുതിയ കാര്യങ്ങളോ പഠിച്ച പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ എക്സ്പീരിയൻസസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഉറക്കക്കുറവോ ഉറക്കമില്ലായ്മയോ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഈ സ്റ്റോറേജ് നടക്കത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്നത്. അപ്പോൾ ഉറക്കത്തെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സേവ് ബട്ടൺ ആയിട്ട് കരുതാം. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു 24 hours ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്കാണ് നമ്മൾ എപ്പോൾ ഉറങ്ങുന്നു എപ്പോൾ ഉണരുന്നു എന്നുള്ളത് റെഗുലേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ സർക്കാഡിയൻ റിതം എന്നാണ് പറയുന്നത്. ഈ സർക്കാഡിയൻ റിതം ഉള്ളത് കൊണ്ടാണ് നമുക്ക് രാത്രിയാവുമ്പോൾ ഉറക്കം വരുന്നതും രാവിലെ ആകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നതും. പക്ഷെ ഈ സർക്കാഡിയൻ റിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇരുട്ട്, വെളിച്ചം, ഹോർമോൺ, ടെമ്പറേച്ചർ, എനർജി, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു പ്രോപ്പർ ഡേ നൈറ്റ് സൈക്കിളിന്റെ ഒരു സിങ്ക് ഉണ്ടാവുന്നത്.
പല കാരണങ്ങൾ കാരണം നമ്മുടെ ഈ സർക്കാഡിയൻ റിതം സ്മൂത്ത് ആയിട്ട് പോകില്ല. ഒന്നെങ്കിൽ ചിലപ്പോൾ ജെറ്റ് ലാഗ് ആയിരിക്കാം. നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ ആ ഡിഫറൻസ് ഇൻ ടൈം സോൺ കാരണം നമ്മൾ ഉറക്കത്തെ അത് ബാധിക്കാം. അല്ലെങ്കിൽ നമ്മൾ പല പല ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ ഇല്ലാത്തതും ആവാം. ഇതൊക്കെ കാരണം നമുക്ക് മൂഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ ഉറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ മെലാറ്റനിൻ എന്നുള്ളത്. മെലാറ്റനിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്ലീപ്പ് ഹോർമോൺ ആണ്. ഈ രാത്രിയാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മെലാറ്റനിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അന്നേരമാണ് നമുക്ക് ഈ ഉറക്കം വരികയും ക്ഷീണം വരികയും ഒക്കെ ചെയ്യുന്നത്. ഈ ഡേ ടൈം ആകുമ്പോഴോ മെലാറ്റനിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അന്നേരമാണ് നമ്മൾ ഉണരുന്നത്. നമ്മൾ നല്ല ഉറക്കം കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ മെലാറ്റനിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. മെലാറ്റനിൻ നല്ലോണം രാത്രി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാലേ നമുക്ക് നല്ല ഉറക്കം രാത്രി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മിക്ക സൈക്കോളജിസ്റ്റും എപ്പോഴും പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ സ്ക്രീൻ ടൈം ഒഴിവാക്കണം എന്നുള്ളത്. കാരണം സ്ക്രീനിലൂടെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് കൊണ്ട് ഈ മെലാറ്റനിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അതുമൂലം നമ്മൾ ഉറങ്ങുന്നത് ലേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. നമുക്കിനി എങ്ങനെ നമ്മുടെ ഉറക്കത്തെ മെച്ചപ്പെടുത്താമെന്ന് നോക്കിയാലോ. ഉച്ചയ്ക്ക് ശേഷമുള്ള ചായ, കോഫി അതുപോലെയുള്ള പാനീയങ്ങൾ ഒഴിവാക്കുന്നത് നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കും. രണ്ടാമത് ആൽക്കഹോൾ. മദ്യപാനം ഒഴിവാക്കുന്നത് നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ നമുക്ക് നല്ലൊരു ഉറക്കം ലഭിക്കാൻ അത് സഹായിക്കും. മൂന്നാമത് പ്രൊട്ടക്റ്റ് യുവർ സ്ലീപ്പ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉറങ്ങുന്ന റൂം എപ്പോഴും ഡാർക്കും ക്വയറ്റും കൂളും ആയിരിക്കണം. നമ്മൾ ബെഡ്റൂം നമ്മുടെ ജോലി ചെയ്യാനോ അല്ലാതെ നമ്മൾ ഫോൺ നോക്കാനോ ഉപയോഗിക്കാതെ ഉറങ്ങാൻ വേണ്ടി മാത്രം പോകുന്നൊരു സ്ഥലമാണെങ്കിൽ നമ്മുടെ ബ്രെയിനെയും ബെഡ്റൂമും സ്ലീപ്പുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ടാക്കും. അതുമൂലം നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും. അവോയ്ഡ് സ്ക്രീൻ ടൈം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ സ്ക്രീനിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ മെലാറ്റനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കും. അതുമൂലം നമുക്ക് ഉറക്കം ലേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഫോണോ ടിവിയോ അതുപോലെ എല്ലാ സ്ക്രീൻ ടൈമും ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. വൈൻഡ് അപ്പ് അലാം. വൈൻഡ് അപ്പ് അലാം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് നമ്മളൊരു അലാം സെറ്റ് ചെയ്യുക. ആ അലാം അടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ക്രീൻ യൂസ് ചെയ്യുവാണെങ്കിൽ അത് നിർത്തിയിട്ട് എന്തെങ്കിലും കാമിങ് ആക്ടിവിറ്റീസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി കിടക്കുക. സോ ദാറ്റ് നമുക്ക് ഉറക്കം പെട്ടെന്ന് വരാൻ അത് ഹെൽപ്പ് ചെയ്യും. ചില ദിവസങ്ങളിൽ നമുക്ക് ഉറക്കം വരാത്ത ദിവസങ്ങൾ ഉണ്ടാവാം. ആ സമയത്ത് പാനിക് ആവാതെ ഫോണിലേക്കും പോവാതെ നമ്മൾ എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ട്രൈ ചെയ്യുന്നത് ഉപകാരപ്പെടാം. ഫോർ എക്സാമ്പിൾ ബോക്സ് ബ്രീത്തിങ് ശ്രമിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ടൈം നോക്കുന്നത് അവോയ്ഡ് ചെയ്യുക. റൂം നല്ല ഡാർക്ക് ആക്കിയിട്ട് വെക്കുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ സൈലൻ്റ് ആക്കിയിട്ട് വെക്കുക. നമ്മളെ ബോഡി എപ്പോൾ കാം ആവുന്നു അപ്പോൾ ഈ മെലാറ്റനിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അന്നേരം നമ്മൾ എന്തായാലും ഉറങ്ങും. ലാസ്റ്റ് ടെക്നിക്ക് ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ആണ്. നമുക്ക് ഉറക്കം വരാത്തപ്പോൾ നമുക്ക് പല ചിന്തകൾ വരാം. അയ്യോ എനിക്ക് ഉറക്കം വരുന്നില്ല, ഇതെന്താ ഇങ്ങനെ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ പല ചിന്തകൾ നമ്മളെ അലട്ടാം. അതിന് പകരം ഈ ചിന്തകളിൽ നിന്ന് നമ്മുടെ അറ്റൻഷൻ വേറെ എന്തിലേക്കും കൊണ്ടുപോവാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ സ്വന്തം ബ്രീത്തിങ് കൗണ്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ടെക്നിക്ക്, അതായത് നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമോ നമുക്ക് ഇഷ്ടമുള്ളൊരു എക്സ്പീരിയൻസസോ അത് നമുക്ക് ആലോചിച്ച് കിടക്കാം. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 2 ടെക്നിക്കും നമ്മുടെ ഈ പാനിക് മോഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ടെൻഷൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് കാം ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ അത് വളരെ അത്യാവശ്യമാണ് നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. സോ ഈ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.